ഹലോ. ബിഗ് ബോസ് മലയാളം ആദ്യത്തെ സീസൺ മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ 6 വരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുള്ള ആളെന്ന രീതിയിൽ, ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുവാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഏഷ്യാനെറ്റ് ഈ പ്രോഗ്രാം നടത്തുന്നത് തന്നെ പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ചാണ്. അപ്പോൾ ആൾക്കാർ എവിക്റ്റഡ് ആവുന്നതും അവർക്ക് വോട്ട് കിട്ടുന്നതും എല്ലാം പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം അവരെ പിന്തുണയ്ക്കാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം, അതായത് ലക്ഷക്കണക്കിന് മലയാളികളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നത്. ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് ഈ ഒരു പ്രോഗ്രാം കാണുന്നതിനുള്ള ഒരു നമ്മുടെ ഒരു ത്വര ഉണ്ടാവില്ലേ, അത് നഷ്ടപ്പെട്ടു. അപ്പൊ അതിന് കാരണം ഇതിലേക്ക് വന്ന കണ്ടസ്റ്റൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഓക്കെ, നമ്മൾ എല്ലാ വട്ടവും നമ്മൾ കാണുന്നത് പോലെ ചിലപ്പോൾ ഇതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് ഒന്നും നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. 20 പേരുള്ളതിൽ ചിലപ്പോൾ 5 പേരെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ശരിക്കും അറിയാവുന്ന ആൾക്കാർ. ബാക്കി എല്ലാവരും നമ്മൾ അതായത് ആ ഒരു ഹൗസിലാണ് നമ്മളിവരെ, അതായത് TV കൂടി കാണുമ്പോഴാണ് നമ്മളിവരെയൊക്കെ മനസ്സിലാക്കുന്നത്. ഇന്ന പ്രൊഫഷനാണ് ഇവർ ചെയ്യുന്നത്, ഇവർ ഇതുകൊണ്ട് ആണ് ഈ ഹൗസിലേക്ക് വന്നതെന്നൊക്കെ നമ്മൾ ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അപ്പം പക്ഷേ ഈ ഒരു തുടങ്ങിയ ആ ഒരു ആഴ്ച തന്നെ നമ്മൾ ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നമ്മൾ അവരെ വെറുത്തുപോയി. അതിൻ്റെ ഒരു പ്രധാന ആളായിരുന്നു രതീഷ്. ഈ രതീഷിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഭയങ്കര വെച്ച് വെറുതെ അൺനെസസറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരനുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ പുള്ളിക്കാരൻ ഒന്ന് ഔട്ട് ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. ആ ആഴ്ച തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ പുള്ളിക്കാരൻ ഹൗസിന് പുറത്തേക്ക് പോയി. പിന്നെ എനിക്ക് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിതിനെതിരെ പറയണമെന്ന് തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനുള്ളിലുള്ള ചില ആൾക്കാരോടുള്ള, അതായത് പ്രേക്ഷകർക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണുവാനായിട്ട് മനസ്സിലായിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അന്ന് തൊട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസ് ഷോ വളരെ ദുരൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അന്ന് ആ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പം എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നി. പക്ഷെ അപ്പോഴും ഞാനൊന്ന് പുറമോട്ട് പറഞ്ഞു. കാരണം നമ്മൾ ഇങ്ങനെ അതായത് ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു ഷോയെ പറ്റി നമ്മളൊരു നെഗറ്റീവ് കാര്യമാണ് എന്ന് പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പം ഒരുപാട് പേര് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കണ്ടസ്റ്റൻസ് ആയിട്ട് അകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഫാമിലി, ഫ്രണ്ട്സ്, അവർക്കും ഒരു ലൈഫ് ഉണ്ട് പുറത്ത്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ, അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു കണ്ടന്റാണത്. അപ്പോൾ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാതിരുന്നത്. കാരണം ഇതിന് ഒരുപാട് പേര് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ശരിയാണ്, ഞാൻ ഒരു പ്രവാസി എന്ന നിലയിൽ ഞങ്ങൾ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഷോ കണ്ടുകൊണ്ടിരുന്നു. സിബിൻ എന്ന് പറയുന്ന എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പുള്ളിക്കാരൻ ഔട്ട് ആയപ്പോഴാണ് ഞാൻ ഇതിന്റെ വളരെ ദുരൂഹമായ ഒരു വശങ്ങളെ പറ്റി പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് അഖിൽ മാരാർ നമ്മുടെ കുറെ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ലൈവ് വരുന്നത്. അപ്പോഴാണ് ഇനിയും, കാരണം അതിനെപ്പറ്റി നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ബിഗ് ബോസ് ടീം ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തന്നെ ഞാൻ വീഡിയോ ഒന്ന് ചെയ്തത്. എൻ്റെ മനസ്സിൽ കുറേ അധികം ചോദ്യങ്ങളുണ്ട്. അതിൽ പക്ഷെ എന്നെ പോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പം അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് എന്തായാലും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ ഒരു കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കാം. ഇതിന് ആർക്കെങ്കിലും ഒക്കെ ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതാണ് അതിന്റെ ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലേ, എനിക്ക് അങ്ങനെ തോന്നി. അപ്പം എനിക്ക് ഇത് പറയാനുള്ളത് ഒരിക്കലും ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസ് അകത്ത് നിൽക്കുന്ന ആൾക്കാരോടോ അവരുടെ ഫാമിലിയോടോ അവരുടെ സുഹൃത്തുക്കളോടോ ഒന്നുമല്ല. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് അഖിൽ മാരാർ വന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് ഉണ്ട് അവിടെ. അതിൽ പങ്കെടുത്ത സ്ത്രീകളെ പറ്റിയും ഞാൻ അങ്ങനെ ഒരു വിഷയമേ അല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്റെ വിഷയമല്ല, അതെന്റെ ടോപ്പിക്കല്ല. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വ്യക്തമായ തെളിവുകളും കാരണങ്ങളും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് വെറുതെ വന്നിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവനായിട്ട് നമുക്ക് അധിക്ഷേപിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. 2-3 പേര് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോന്റെ കമന്റിൽ വന്ന് പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ അതിനെപ്പറ്റി സംസാരിക്കാൻ. ഞാൻ പറയുന്നു അതിന് വ്യക്തമായ തെളിവുകളും കാരണങ്ങളും കാര്യങ്ങളും നമ്മളുടെ കയ്യിലില്ല. നമ്മൾ ഇതൊക്കെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആൾക്കാരല്ലേ. നമുക്കെങ്ങനെ ഇതൊക്കെ അറിയാൻ പറ്റും? അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള ആൾ അഖിൽ മാരാരാണ്. അദ്ദേഹമാണ് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത്, അദ്ദേഹമാണ് തെളിവുകൾ തരേണ്ടത്, അദ്ദേഹമാണ് എന്തായിരുന്നു കാരണങ്ങൾ, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറയേണ്ടത് അദ്ദേഹമാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ളതായ എല്ലാ സ്ത്രീകൾക്കും ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് പിന്നെ ഹസ്ബൻഡ് ഉണ്ടാവാം, മക്കളുണ്ടാവാം, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവാം, അവർ സമൂഹത്തിൽ നല്ല പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എന്തിനാണ് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി, അറിയാത്ത ആൾക്കാരെ പറ്റി നമ്മൾ പോയിട്ട് ചുറിഞ്ഞിട്ട് പുണ്ണാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെന്റെ വിഷയമല്ല, അതിന്റെ ടോപ്പിക്കല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ മനസ്സിൽ ഈ സീസൺ 6 തുടങ്ങിയ ഫസ്റ്റ് വീക്ക് മുതൽ എന്റെ മനസ്സിൽ വന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അത് എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസിന്റെ അഡ്മിനിസ്ട്രേഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരോടാണ്. കാരണം ഞാനിത് ചോദിക്കാമെന്ന് വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത്, ഇവര് നാഴികയ്ക്ക് 40 വട്ടം ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, പ്രേക്ഷകരുടെ വോട്ടിംഗ് ആണ്, പ്രേക്ഷകരുടെ പിന്തുണയാണ്, ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു പ്രേക്ഷകനാണല്ലോ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഈ പ്രേക്ഷക സമൂഹം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇവരെന്നറിയണ്ടേ. ഒന്നാമത്തെ കാര്യം,
ഒരുപാട് ആൾക്കാർ, അതായത് ഈ ബിഗ് ബോസ് ഷോയിൽ നിന്നും കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ലൈവ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ അവരെല്ലാം ഒന്നും വിട്ടു പറയുന്നില്ല കേട്ടോ. അവരെല്ലാം പറയുന്ന ഒരു കാര്യം എഗ്രിമെന്റ് ഉണ്ടെന്നാണ്. ഇപ്പം എനിക്കൊന്ന് കുറച്ച് മുമ്പാണ് ഞാൻ റോക്കിന്റെ ഒരു വീഡിയോ കണ്ടത്. റോക്കി വന്നിട്ട് അഖിൽമാരാറിട്ട വീഡിയോയെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത്, എനിക്കിപ്പോൾ ഒന്നും അധികം സംസാരിക്കുന്നില്ല, എഗ്രിമെന്റ് ഉണ്ടെന്ന്. അഖിൽമാരാരും എനിക്ക് തോന്നുന്നു, അഖിൽമാരാർ മാത്രമേ ഉള്ളൂ എഗ്രിമെന്റിനെ പറ്റി പറയാതിരുന്നത്. സിബിനും അതുപോലെ തന്നെ ഒരു എഗ്രിമെന്റിനെ പറ്റി സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പേര് എഗ്രിമെന്റിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഈ എഗ്രിമെന്റ്? അത് മസ്റ്റായിട്ട് നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഈ എഗ്രിമെന്റ്? ഈ എഗ്രിമെന്റിൽ എന്താണുള്ളത്? നിയമങ്ങളാണോ, നിർദ്ദേശങ്ങളാണോ? നിങ്ങൾ അകത്ത് നിൽക്കുമ്പോൾ മാത്രം ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഷോയിൽ ആയിരിക്കുന്ന ഒരു സമയത്ത് മാത്രം അല്ലെങ്കിൽ അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആ എഗ്രിമെന്റ് പുറത്തു പോകുമ്പോഴും പാലിക്കപ്പെടണം? എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണോ? നിങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കണോ, പോസിറ്റീവായിട്ട് നിൽക്കണോ, ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണോ? അതോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒപ്പിടിപ്പിക്കുന്ന എന്താണ് സംഭവം? ഈ എഗ്രിമെന്റ് എന്താണെന്ന് നിങ്ങൾ പറയണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും ഈ എഗ്രിമെന്റിനെ പേടിച്ചിട്ടാണ് പുറത്ത് കാര്യങ്ങൾ പറയാനായിട്ട് മടിക്കുന്നത്. ഈവൻ സിബിനാണെങ്കിൽ കൂടിയും എനിക്ക് ഒന്നും വിട്ടു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഷോ നടത്തുന്നു, അപ്പൊ കുറച്ച് എഗ്രിമെന്റ് വെക്കുന്നു, എന്താണിത്? അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ പമ്പര വിഡ്ഢികളാക്കുന്ന ഒന്നാം തരം പരിപാടിയുടെ ആദ്യത്തെ നെഗറ്റീവ് വശമാണ് ഈ എഗ്രിമെന്റ്. അപ്പത്തെ എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജാസ്മിൻ ജാഫറിന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. ആ ഫോൺ കോള് അവളുടെ അപ്പ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് കൺവേ ചെയ്തിരുന്നത്. പക്ഷേ അതെന്തുകൊണ്ട് 24/7 അവിടുത്തെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിടുന്ന ബിഗ് ബോസ് എന്തുകൊണ്ട് ആ കോള് മാത്രം പ്രേക്ഷകരെ കേൾപ്പിച്ചില്ല? അത് വളരെ രഹസ്യമായിട്ട് വളരെ ദുരൂഹമായ ഒരു സംഭവമാണ് ഇപ്പോഴും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ജാസ്മിൻ ജാഫറിന് ഒരു ലെറ്റർ കിട്ടിയിരുന്നു. ലെറ്റർ വായിക്കുന്ന വീഡിയോ വരെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ ലെറ്ററിനകത്ത് എന്താണ് ഉണ്ടായിരുന്നതെന്നോ അതെങ്ങനെ വന്നെന്നോ ഒന്നും പിന്നെ ഞാൻ എപ്പിസോഡിലൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പിന്നെ ഈ ഷോയിൽ ആദ്യം മുതൽ മണ്ടൻ എന്ന ഒരു പട്ടം ചാർത്തി കിട്ടിയ ഒരു മനുഷ്യനുണ്ട് അവിടെ, ജിൻഡോ. പുള്ളിക്കാരൻ എന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. പുള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മണ്ടൻ എന്ന ആസ്ഥാന പദവി പതിച്ചു കിട്ടിയ നമ്മുടെ ജിൻഡോ കുറച്ച് സത്യങ്ങൾ ഒരു ടാസ്കിനിടയ്ക്ക് വേറൊക്കെ എന്തൊക്കെയോ രീതിയിൽ അത് പുറത്ത് പറയാനായിട്ട് ശ്രമിച്ചിരുന്നു. അതായത് ഈ കുറച്ച് കണ്ടസ്റ്റൻസ് തമ്മിൽ പുറത്തുനിന്ന് വെച്ച് തന്നെ അവർ തമ്മിൽ പരിചയപ്പെട്ടിരുന്നുവെന്നും അവരൊരു ഗെയിം പ്ലാന് എല്ലാം രൂപകൽപ്പന ചെയ്തിട്ടാണ് ഈ അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഹിന്റ് പുള്ളിക്കാരൻ കൊടുത്തിരുന്നു. നമ്മളത് നമുക്കറിയില്ല പുള്ളി ഏത് രീതിയിലാണത് പറഞ്ഞതെന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആരും അതിനെപ്പറ്റി അധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് വന്നിരുന്ന ഏതോ ഒരു ആഴ്ചകളിൽ ഒന്നിൽ ജാസ്മിനും നോറയും തമ്മിൽ ഒരു അടി നടക്കുകയുണ്ടായി. ഭയങ്കര വലിയൊരു പൊട്ടിത്തെറി നടന്നപ്പം നോറ ക്ലിയർ ആയിട്ട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ നമ്പർ നിനക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന്. പക്ഷേ അത് ജാസ്മിന് മനസ്സിലായി ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ വശത്തിലേക്കാണെന്നുള്ളതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഉരുണ്ടു. റസ്മിൻ അതിനിടയ്ക്ക് കയറി ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ട് പാടില്ല നോറ എന്ന രീതിയിൽ അവിടെ ഒരു വിലക്ക് വെച്ചു. അങ്ങനെ അതങ്ങ് മാറിപ്പോവുകയുണ്ടായത്. പക്ഷേ നോറയ്ക്ക് ദേഷ്യം വന്നപ്പോൾ നോറയുടെ വായിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് പുറത്തു വന്നൊരു സംഭവമാണത്. പക്ഷേ അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകര്, അതായത് ഞാൻ എത്ര പേര് അത് കൂട്ടി വായിച്ചിട്ടുണ്ട്, അതിന് പേരിൽ ഒരുപാട് റിവ്യൂ വന്നതുമാണ്. ഈ ജിൻഡോ പറഞ്ഞ ഈ സംഭവവും നോറയും ജാസ്മിനും തമ്മിലുണ്ടായ ഈ ഫൈറ്റും കൂടെ ആൾക്കാർ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്. ഇവര് പുറത്തുനിന്ന് വെച്ചാൽ, അതായത് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്ന സമയത്തെ ഒരു പക്ഷേ ഇവര് ഈ കണ്ടസ്റ്റൻസ് തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വന്നിട്ടുണ്ട്, അവർ തമ്മിൽ ഒരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാവാം ഒരു ലവ് സ്ട്രാറ്റജിയിലേക്ക് അവർ പോകാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യം ഇതാണ്, ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കുറച്ച് കണ്ടസ്റ്റൻസ് അവിടെ കളിക്കുന്നതെന്ന് ബിഗ് ബോസ് ടീം അംഗങ്ങൾക്ക് മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് അതിനെതിരെ ഒരു ആക്ഷനും എടുക്കാതിരുന്നത്? ചിലപ്പം ഞാൻ മനസ്സിലാക്കുന്നു, നമുക്കൊരു ഷോയ്ക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. ആ ഒരു കണ്ടന്റ് അവരിലോ ആ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ആ ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ടാവും. ലവ് സ്ട്രാറ്റജി വഴിയാണെങ്കിലും ഫൈറ്റ് വഴിയായാലും കണ്ണീര് വഴിയായാലും ഒക്കെ അവരൊരു കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസ് മൗനമായിട്ടുള്ളതായിരിക്കാം. പിന്നെ അടുത്ത ഒരു ചോദ്യം, കുറെ അടികൾ നടക്കുന്നുണ്ട് അവിടെ, ഭയങ്കര പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും റോക്കിയും സിജോയും തമ്മിൽ അത്ര വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസിന് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് രണ്ടുപേരും മാറി നിൽക്കേണ്ടതാണ് എന്നൊരു അനൗൺസ്മെന്റോ അങ്ങനെ ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല. ഭയങ്കരമായ രീതിയിൽ റോക്കിനെ സിജോ പ്രവോക്ക് രണ്ടുപേരും ചെറിയ ആൾക്കാരല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത ടീമുകളാണ്. അപ്പം നമുക്ക് ആരെയും അക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരുടെയും കയ്യിൽ തെറ്റുണ്ട്. നമ്മൾ ഇവിടുന്ന് ഷോ കാണുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ കാര്യമായ തെറ്റുണ്ട്. ശരിക്കും പ്രവോക്ക് ചെയ്ത് അവസാനം പുള്ളിക്കാരൻ തല്ലി. പക്ഷേ ആ ഒരു പ്രവോക്ക് ചെയ്യുമ്പോൾ സിജോ റോക്കിന്റെ ഇങ്ങനെ താടിക്ക് പിടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തെങ്കിലും ബിഗ് ബോസിന് അത് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അങ്ങനെ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് നോക്കൂ, ആ ഒരു വ്യക്തിയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വരെ ചെറുതായിട്ട് മാറിയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര ഒരു കഷ്ടമായ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൈവിട്ട് പോയത്. ഒരു സർജറി വേണ്ടി വരിക, 2-3 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരിക. ഒരു പക്ഷേ അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പോയിരുന്നെങ്കിൽ എന്ത് ആകുമായിരുന്നു അവസ്ഥ? അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും പുള്ളിക്കാരൻ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തി അത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയില്ല എന്നുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? നിങ്ങൾക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ ലൈഫ് വെച്ച് കളിക്കുവാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും.
പിന്നെ എൻ്റെ ഒരു അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ഏഷ്യാനെറ്റുകാർ 24 മണിക്കൂറും പ്രേക്ഷക സപ്പോർട്ട്, പ്രേക്ഷക പിന്തുണ, പ്രേക്ഷകരുടെ വോട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ എവിക്ഷൻ പ്രക്രിയയുടെ സമയത്ത്, അതായത് ഈ ഒരു സാറ്റർഡേ സൺഡേ ആണ് ലാലേട്ടൻ വരുന്ന സമയത്ത് നടത്തുന്ന ആ ഒരു സമയത്ത് എന്തുകൊണ്ട് ഇന്ന ആൾക്ക് ഇത്ര വോട്ട് കിട്ടി എന്ന് പറയുന്നില്ല? അവരൊരു 8 പേരെ ഒന്നിച്ച് നിർത്തിയിട്ട് റെഡ് ലൈറ്റ് വീഴുന്ന ആൾ ഔട്ട്, പച്ച ലൈറ്റ് വീഴുന്ന ആൾ ഇന്നെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് കൺസെപ്റ്റിന് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വോട്ടും കൂടി അവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് എത്രയും. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പുറത്തെ ഒരു പ്രേക്ഷക പിന്തുണ വെച്ച് നോക്കുവാണെങ്കിൽ എന്നേ ഔട്ടായി പോകേണ്ട ആൾക്കാർ ഇപ്പോഴും ഹൗസിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 50 ദിവസം കഴിഞ്ഞ സമയത്തും ഇത്രയും സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നു? അപ്പൊ അത് ബിഗ് ബോസിന്റെ പ്രത്യേക പിന്തുണയോടുകൂടി തന്നെയല്ലേ അവർ നിൽക്കുന്നത്? അല്ലെങ്കിൽ അവർ മാത്രമേ അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ളൂ? അത് ലവ് സ്ട്രാറ്റജി ആണെങ്കിലും വേറെ എന്ത് ഫൈറ്റ് ആണെങ്കിലും എന്ത് പ്രശ്നം ആയിക്കോട്ടെ, അവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം നിന്നു പോകുന്ന ചില ആൾക്കാരാണ് അവിടെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രേക്ഷകരുടെ വോട്ടില്ലാതെ എവിക്റ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പിന്നെ എങ്ങനെയാണ്, എന്തിന്റെ ബേസിസിലാണ് അവർ പിന്നെയും തിരിച്ച് ആ വീട്ടിനുള്ളിലേക്ക് കയറുക? അങ്ങനെ ഒരുപാട് സീസണുകളിൽ കണ്ടിട്ടുണ്ട്. ഇത് എന്തിന്റെ ബേസിസിലാണ്? അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രത്യേക ആവശ്യപ്രകാരമോ നിർദ്ദേശപ്രകാരമോ, അല്ലെങ്കിൽ വീണ്ടും ഒരു മൈൻഡ് ഗെയിം സെറ്റ് ചെയ്യാമെന്നൊക്കെ വെച്ചിട്ടാണോ? എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു നാടകം കളിക്കുന്നത്? പ്രേക്ഷകരുടെ വോട്ടില്ലാണ്ട് എവിക്റ്റ് ആയി പോയ ഒരാൾ കുറേ ആഴ്ച കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു കയറുന്ന അതെന്തൊരു ഡ്രാമയാണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ദുരൂഹമായ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏത് ടൈപ്പ് ഗെയിമാണ് ഇവർ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്നായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഞാനിപ്പോൾ കാണുന്നില്ല, ഞാൻ നിർത്തി. കാണാറുണ്ടല്ലോ. വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിവിടെ നമ്മൾ ടി വിയിൽ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുറച്ച് ഓളിയത്തിലും കൂടി ആണെങ്കിൽ ഭയങ്കര അടിയും ബഹളവും, എന്തുവാ എൻ്റെ ദൈവമേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, ദൈവത്തെ ഓർത്ത് നീ അതിൻ്റെ ഓളി വെച്ചിട്ട് ഒന്ന് കുറയ്ക്കാം, ആൾക്കാർ അപ്പുറം ഇപ്പുറമുള്ള ഫ്ലാറ്റിലുള്ള ആൾക്കാർ വിചാരിക്കും ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുവാണെന്ന്. ഞാൻ അതുകൊണ്ട് ഇപ്പം കാണുന്ന സമയത്തൊക്കെ ഞാൻ വോളിയം കുറച്ചിട്ടാണ് കാണുക. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയും, ഞാൻ ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്തെങ്ങാണ് എൻ്റെ ഫ്രണ്ട്സ് അടുത്തൊക്കെ ഇരിപ്പണ അവർ പറയും, എൻ്റെ പൊന്നി ചേച്ചി ഒന്നും വോളിയം കുറയ്ക്കാം, ഇത് എന്തുവാ അയ്യേന്ന്. കാരണം സ്റ്റാൻഡേർഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ അതൊരു നല്ല വേർഡല്ല. ഓക്കെ, പക്ഷേ ഈ ആൾക്കാരെ എടുക്കുമ്പം സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ വേണം എടുക്കാനെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നൽകണം. ചെറിയ തലമുറകൾ തൊട്ട് കാണുന്നതാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തൊട്ട് ഇതിന് സംഭവം ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല മെസ്സേജ് കൊടുക്കണം. ജീവിതത്തെ പറ്റി ഒരു നല്ല വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കണം. ഒരാൾ എങ്ങനെ ആകണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്ക് കൊടുക്കണം. നല്ല എന്തെല്ലാം മെസ്സേജുകൾ കൊടുക്കാനുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? ബ്യൂട്ടി വ്ളോഗർ എന്ന് പറഞ്ഞിട്ട് വളരെ നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട്, ഞാൻ കുളിക്കുന്നില്ല, ഞാൻ 2 ദിവസം കൂടുമ്പോഴേ കുളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ ഹൈജീൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് ഡിസ്കഷൻ ആ ഒരു വ്യക്തിയെ പറ്റി തന്നെ ഹൗസിനുള്ളിൽ നടക്കുന്നു. ലാലേട്ടൻ വന്ന് തന്നെ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പോൾ എന്ത് മെസ്സേജാണ് ഒരു ബ്യൂട്ടി ബ്ലോഗർ എന്ന നിലയിൽ ആ കുട്ടിക്ക് പുറത്തു കൊടുക്കാനുള്ളത്? ഹൈജീൻ തന്നെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഹൈജീൻ എന്ന് പറയുന്നത്. അത് പേഴ്സണൽ ഹൈജീൻ ആണെങ്കിലും എല്ലാം അത് നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഈ പേഴ്സണൽ ഹൈജീൻ. അത് നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമയം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അപ്പോൾ ഹൈജീൻ അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്? ഒരു രോഗങ്ങളൊക്കെ ഈസിലി മറ്റൊരാളിലേക്ക് പകരാനായിട്ട് ഹൈജീൻ ഇല്ലായ്മ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിക്കേ, ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നു, കുളിക്കാതെ നടക്കുന്നു, നനയ്ക്കാതെ നടക്കുന്നു. ഇതൊക്കെ എന്ത് മെസ്സേജാണ് ഇതൊക്കെ കാണുന്ന വഴി ജനങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കിട്ടുക? എന്താ പറയുക, ബ്യൂട്ടി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കുളിക്കാൻ നനയ്ക്കാൻ നടന്നിട്ടാണ് ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുക? എനിക്കറിയത്തില്ല കേട്ടോ, എന്തോ അതിൻ്റെ പുറത്തിലുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ അൺനെസസറി അടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക, ഇടി വാങ്ങിക്കുക, അങ്ങോട്ട് ഇടി കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം. ലാലേട്ടൻ തന്നെ ഒരു വട്ടം വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം, നല്ല മെസ്സേജസ് കൊടുക്കും. ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെയാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അവർക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കാം. നിങ്ങൾ എന്താ പറയുക, ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ജീവിതത്തിൽ തളർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന പോലെ ഒരു രോഗപ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെയാണ് ഓവർകം ചെയ്തത്. നിങ്ങളും ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ള മെസ്സേജുകളൊക്കെ ഒരുപാട് പേര് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കാം. ഇതൊന്നുമല്ലാതെ ചായ കിട്ടിയില്ല, അല്ലെങ്കിൽ ഫുഡ് വെച്ചില്ല, ഫുഡ് കഴിച്ചില്ല, ഫുഡ് കൊടുത്തില്ല, അവിടെ നോക്കി ഇവിടെ നോക്കി, അതൊന്നും ഞാൻ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അടി ഉണ്ടാക്കുന്ന ഒരു കൾച്ചറാണ് കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ഒരു സമൂഹത്തിന് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്ന ഒരു ഷോയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്തുവാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 5 വരെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കണ്ടൊരു വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാരുടെ കൂടി ഫാൻ ആയിരുന്നു ഞാൻ. പ്രത്യേകിച്ച് അഖിൽമാരാരൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. പിന്നെ രജിത് സാറിനെ ഇഷ്ടമുള്ള ആളായിരുന്നു, ഡോക്ടർ റോബിനെ ഇഷ്ടമുള്ള ആളായിരുന്നു, സാബു ചേട്ടൻ്റെ ഒരു നല്ല ഫാനായിരുന്നു, പേളിമാണി ശ്രീനിഷിൻ്റെ ഒക്കെ. അപ്പം ഇവരുടെ എനിക്ക് തോന്നുന്നു പേളിയുടെ ശ്രീനിഷിൻ്റെ ഒക്കെ ലവ് സ്ട്രാറ്റജി കണ്ട് അത് അരച്ചു കളക്കി കുറിച്ച് പഠിച്ചിട്ടൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഷോ ആ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കി, പക്ഷെ അത് പുറത്ത് വില പോയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രേക്ഷകരെന്ന് പറയുന്നത് വിഡ്ഢികളല്ലല്ലോ.
ഒരു സംഭവം ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നോക്കി വിലയിരുത്താനുള്ള സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ് പുറത്തുള്ളതെന്ന് ഈ ബിഗ് ബോസ് സീസൺ 6 വന്നപ്പം എല്ലാവർക്കും മനസ്സിലായി. കാരണം പ്രേക്ഷകരെല്ലാവരുടെ അഭിപ്രായം ഒന്നടങ്കം ഒരുപോലെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ഹേറ്റേഴ്സ് അസോസിയേഷൻ ഒക്കെ ഇത്തവണയാണ് വന്നതെന്ന്. ചില ആൾക്കാർക്ക് മാത്രമായിട്ട് ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അതായത് പ്രേക്ഷകർ എന്ന് പറയുന്നത് അവർ നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ വിഡ്ഢികളല്ല എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ട്. അത് വളരെ വലിയ സന്തോഷം. എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ്, പോസിറ്റീവ് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രേക്ഷക എന്ന നിലയിൽ പ്രതികരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ പ്രതികരിക്കും. പിന്നെ അല്ലെങ്കിൽ പ്രേക്ഷക എന്ന് പറഞ്ഞിട്ട് ഈ ഷോ കാണുന്നത് എന്തിനാണ്? പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഷോ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അപ്പം നമുക്ക് പ്രതികരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു വെരി മച്ച്.